പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ ഇന്ന് +1 തുല്യതയുടെ മെയ് 2024 നടന്ന മലയാളം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ്. ആദ്യത്തെ ചോദ്യം 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതേണ്ടതാണ്. ഒരു സ്കോർ വീതമാണ് ലഭിക്കുന്നത്. 1. താഴെ പറയുന്നവയിൽ ഭൂമി എന്നർത്ഥം വരുന്ന വാക്ക് കണ്ടെത്തി എഴുതുക. അവനി, അസു, മമത. ഭൂമി എന്നർത്ഥം വരുന്ന വാക്ക് അവനി എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം അനർഘ നിമിഷം എന്ന പാഠഭാഗത്തിന് യോജിക്കുന്ന വിശേഷണം എടുത്തെഴുതുക. സാമൂഹിക വിമർശനം ലക്ഷ്യമാക്കുന്നു. അന്യാപദേശ രീതിയിൽ പറയുന്നു. കവിതയോടടുത്ത് നിൽക്കുന്ന ആഖ്യാനം. ഉത്തരം കവിതയോടടുത്ത് നിൽക്കുന്ന ആഖ്യാനം. മൂന്നാമത്തെ ചോദ്യം ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക് എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഭൂമിശാസ്ത്രം, വൃദ്ധസദനം, പെരുങ്കളിയാട്ടം. ഉത്തരം വൃദ്ധസദനം. 4. ഉജ്ജ്വല മുഹൂർത്തം എന്ന കൃതിയുടെ രചയിതാവ് ആര്? കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം ഇക്കണ്ടക്കുറുപ്പ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ശ്രീ ഭഗവതി, വാസനാവികൃതി, സഭാപ്രവേശം. വാസനാവികൃതി എന്ന ചെറുകഥയിലെ കഥാപാത്രമാണ് ഇക്കണ്ടക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസനാവികൃതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് വാസനാവികൃതി എന്ന ചെറുകഥ എഴുതിയത്. ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സംഘകാല കൃതി ഏതാണ്? കേരള പാണിനീയം, വൃത്തമഞ്ജരി, തൊൽക്കാപ്പിയം. തൊൽക്കാപ്പിയമാണ് ഉത്തരം. ഒരു സംഘകാല കൃതിയാണ് തൊൽക്കാപ്പിയം. അതൊരു വ്യാകരണ കൃതി കൂടിയാണ് കേട്ടോ. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുകയാണ്. 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഞാൻ ഉചിതമായ ഉത്തരം മാത്രമാണ് പറയുന്നത്. ശബ്ദശോധിനി വാക്കുകൾ. പാറാവുകാരൻ, ശ്രീ ഭഗവതി. കല്യാണിക്കുട്ടി, വാസനാവികൃതി. ഇടപ്പള്ളി രാഘവൻ പിള്ള, രമണൻ. സാറ, ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 12 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഒറ്റ വാക്യത്തിൽ ഉത്തരം എഴുതുക. സ്കോർ ലഭിക്കുന്നത് 1. 12ാമത്തെ ചോദ്യം ജീവിതത്തെ ശബ്ദമാക്കുന്നത് എന്താണെന്നാണ് കിളിക്കൊഞ്ചലിൽ പറയുന്നത്? എം ലീലാവതിയുടെ ഒരു ലേഖനമാണ് കിളിക്കൊഞ്ചൽ എന്നത്. അതിന് ഉത്തരം ബദ്ധതയിൽ നിന്നുളവാക്കുന്ന ഏത് അസ്വാസ്ഥ്യവും ജീവിതത്തെ ശക്തമാക്കുന്നു. ബദ്ധതയിൽ നിന്ന് ഉളവാകുന്ന ഏത് അസ്വാസ്ഥ്യവും ജീവിതത്തെ ശക്തമാക്കുന്നു. 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാണം കെട്ട് നടക്കുന്നതു ചിലർ. ജ്ഞാനപ്പാനയിലെ വരികളാണ്. എന്തിനു വേണ്ടിയാണ് നാണം കെടുന്നത്? പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ പറയുന്നു സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ. ചിലർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ചും തല്ലുകൂടിയും നാണം കെട്ട് നടക്കുന്നു. ചോദ്യം നമ്പർ 14. ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മിലുണ്ടാക്കുന്ന തോന്നൽ എന്താണ്? ഭൂമിയുടെ അറ്റത്തേക്ക് എന്ന തോന്നലാണ് ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മിലുണ്ടാക്കുന്നത്. ഇത് പൊരിച്ചമീനിന്റെ മന്ത്രവാദിനി എന്ന യാത്രാ വിവരണ ഭാഗത്തിലെ ചോദ്യമാണ്. 15ാമത്തെ ചോദ്യം സഭയിൽ എത്തിച്ചേർന്ന ദുര്യോധനൻ നീന്താൻ വട്ടം കൂട്ടിയത് എന്തിന്? ദിവ്യസഭയിൽ എത്തിയ ദുര്യോധനന് വെള്ള സ്ഫടിക സ്ഥലങ്ങൾ കണ്ടപ്പോൾ അത് വെള്ളമുള്ള സ്ഥലമാണോ എന്ന് ഒരു ശങ്ക തുടങ്ങി. ഉള്ളിൽ വിളങ്ങുന്ന രത്നങ്ങൾ കണ്ടപ്പോൾ തള്ളിയലക്കുന്ന നീരാണെന്ന് തോന്നി. അതുകൊണ്ട് വെള്ളമുള്ള പ്രദേശമാണെന്ന് വിചാരിച്ചിട്ടാണ് നീന്താനുള്ള വട്ടം കൂട്ടിയത്. 16ാമത്തെ ചോദ്യം ആരാണ് ജീവി എന്നാണ് നാരായണ ഗുരു പറയുന്നത്? അനുകമ്പ എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ് ശ്രീനാരായണ ഗുരു ആരാണ് ജീവി എന്നതിനെ കുറിച്ച് പറയുന്നത്. അരുളുള്ളവനാണ് ജീവി എന്നാണ് ഉത്തരം. അരുളുള്ളവനാണ് ജീവി. 17 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. സ്കോർ 5 വീതമാണ്. 17ാമത്തെ ചോദ്യം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ലീല. കുമാരനാശാന്റെ
ലീല എന്ന കാവ്യത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ലീല. സുന്ദരിയും ഗുണസമ്പന്നയുമായ ലീല ഉദയപുരത്തെ അർത്ഥപാലകൻ എന്ന കച്ചവട പ്രമുഖന്റെ മകളായിരുന്നു. രൂപം കൊണ്ടും ഗുണമഹിമ കൊണ്ടും തനിക്കിണങ്ങിയ മദനനെ അവൾ തീവ്രമായി പ്രണയിച്ചു. പക്ഷേ അർത്ഥപാലൻ ഒരു കച്ചവട യാത്രക്കിടെ ലീലയെ സമ്പന്നനായ മറ്റൊരു വർത്തക പ്രമാണിയുടെ മകന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. സമുദായക്രമവും അസ്വാതന്ത്ര്യവും നിമിത്തം ലീലക്ക് അച്ഛനെ അനുസരിക്കേണ്ടി വന്നു. ഭർത്താവിൻ്റെ മരണശേഷം സ്വഭവനത്തിലെത്തിയ ലീല മാധവിയോടൊപ്പം മദനെ തിരഞ്ഞു നടക്കുന്നു. രൂപസൗന്ദര്യം, മനോഗുണങ്ങൾ, ബുദ്ധി ഇവയൊക്കെ ലീലയിൽ ഒത്തിണങ്ങിയിരുന്നു. അതോടൊപ്പം അവൾ വിവിധ കലകളിൽ പരിശീലനം നേടിയിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് വേണ്ട ജീവിതശുദ്ധിയും മനോഗുണങ്ങളും അവൾക്കുണ്ടായിരുന്നു. വീടിന് വിളക്കായിരുന്നു എന്ന് കാവ്യത്തിൽ പറയുന്നുണ്ട്. കാവ്യ അവസാനത്തിൽ ലീലയും പ്രിയതമനെ അനുഗമിച്ച് രേവാ നദിയിലേക്ക് ചാടി ആത്മത്യാഗം ചെയ്യുന്നു. 18ാമത്തെ ചോദ്യം, അമ്മയ്ക്കു മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ. ഈ വരികളിലൂടെ വള്ളത്തോൾ ധ്വനിപ്പിക്കുന്ന ആശയം എന്തെന്ന് വ്യക്തമാക്കുക. എം ലീലാവതിയുടെ കിളിക്കൊഞ്ചൽ എന്ന പാഠഭാഗത്തിലേതാണ് ചോദ്യം. കിളിക്കൊഞ്ചൽ എന്ന കവിതയിൽ ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയുടെ ആനന്ദാതിരേകത്തെ ഹൃദയസ്പർശിയായി വള്ളത്തോൾ ചിത്രീകരിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് മാത്രമല്ല കാണുന്നവർക്കൊക്കെ ഉമ്മ വെച്ച് ആനന്ദിക്കാൻ തോന്നുന്ന ശൈശവ കോമളതയാണ് സീതക്ക്. കാറ്റിൽ പറക്കുന്ന പൂവ് പോലെയും ഉദ്യാനങ്ങളിൽ പാറിപ്പറന്നു നടക്കുന്ന പൂമ്പാറ്റ പോലെയും ആരെയും കൊതിപ്പിക്കുന്ന അവളുടെ ലാവണ്യ ഭംഗി വർണ്ണനകൾക്ക് അതീതമാണെന്ന് കിളിക്കുഞ്ചൽ എന്ന പഠനത്തിൽ എം ലീലാവതി എടുത്തു പറയുന്നു. 19. ദർബൻ എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? സക്കറിയുടെ ഒരു ആഫ്രിക്കൻ യാത്ര എന്ന സഞ്ചാര സാഹിത്യകൃതിയിലെ ഒരു അധ്യായമാണ് പുരുച്ചമിനിൻ്റെ മന്ത്രവാദിനി. ദക്ഷിണാഫ്രിക്കയിലെ ദർബനിലെ ഹൈവേയിൽ സക്കറിയ കാണുന്ന കാഴ്ചകൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഇരുഭാഗത്തും ഹൈവേയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികൾ, കുറ്റിച്ചെടികൾ, ധാന്യവയലുകൾ, വിളകൾ, പഴവർഗ്ഗങ്ങൾ നിറഞ്ഞ ആഫ്രിക്കൻ ഭൂഖണ്ഡം, തിരക്കേറിയ റോട്ടിലെ ട്രാഫിക് നിയമങ്ങൾ, പ്രധാന റോഡുകളിലെല്ലാം മേൽപ്പാലങ്ങൾ കാണുന്നു. മേൽപ്പാലങ്ങൾ വ്യത്യസ്തമായ രൂപകൽപ്പനയോട് കൂടിയവയാണ്. മറ്റേ റോഡുകൾ നേർ വരയിട്ടതുപോലെയാണ്. നിശ്ചലമായ തിരമാലകളെ പോലെ പരന്നു കിടക്കുന്ന താണകുന്നുകൾ കാണുന്നു. ചക്രവാളങ്ങളുടെ അതിവിദൂരത എപ്പോഴും കൺമുന്നിൽ കാണാം. ഡർബനിലെ ഹൈവേയിൽ കേരളത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളും അദ്ദേഹം കാണുകയുണ്ടായി. കരിമ്പിൻ തോട്ടങ്ങൾ കാണുന്നു. നിരവധി കരാർ തൊഴിലാളികളെയെല്ലാം അവിടെ കണ്ടു. നഗരപ്രാന്തങ്ങളിലാണ് പഞ്ചസാര ഫാക്ടറികൾ കണ്ടത്. 20 അന്യഭാഷാ പദങ്ങൾ മലയാളത്തിൽ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇ വി കൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടുന്നത്? മലയാള ഭാഷയിൽ അന്യഭാഷാ പദങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് അവയോരോന്നും ഏതേതു ഭാഷയിൽ നിന്ന് വന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല. ഉചിതമായ സ്ഥാനങ്ങളിൽ പ്രയോഗിക്കുകയേ വേണ്ടൂ. എങ്കിലും അന്യഭാഷാ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ചില പദങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. ആ പദങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അർത്ഥം മാറിപ്പോവുകയോ ആശയം കൃത്യമായി വിനിമയം ചെയ്യാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോഴാണിത് വേണ്ടത്. ഇത്തവണ ഞാൻ പരീക്ഷയ്ക്ക് പ്രൈവറ്റായി പഠിക്കുകയാണ് എന്നതിന് പകരം ഇത്തവണ ഞാൻ പരീക്ഷയ്ക്ക് രഹസ്യമായി പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എത്ര വൃത്തികേടാണ്. ഇതിന് കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്നതിന് മുമ്പ് പ്രൈവറ്റായി പഠിച്ച് പരീക്ഷയ്ക്ക് ചേരുക എന്നൊരു രീതി ഉണ്ടായിരുന്നില്ല എന്നതാണ്. എന്നാൽ അതിനൊക്കെ മുമ്പ് തന്നെ അച്ഛനും അമ്മയും ഭാഷയിലുണ്ട്. അപ്പോൾ ഫാദർ, മദർ എന്നൊക്കെ പറയേണ്ടതുണ്ടോ? ഭാഷാപദങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിവേകത്തോടു കൂടിയായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്പർ 21 നീയാണെൻ്റെ ശ്രീ ഭഗവതി.
എന്ന് ഭർത്താവ് പറയുന്നത് ഏത് സന്ദർഭത്തിലാണ്? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഹിരണ്യൻ്റെ ശ്രീ ഭഗവതി എന്ന ചെറുകഥയിലേതാണ് ചോദ്യം. ഭാര്യയെ സമാശ്വസിപ്പിക്കാനുള്ള തന്ത്രം എന്ന നിലയിലാണ് നീയാണെൻ്റെ ശ്രീ ഭഗവതി എന്ന് ഭർത്താവ് പറയുന്നത്. പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഭർത്താവിൻ്റെ ഉള്ളിലെ പുരുഷാധിപത്യം തന്നെയാണ് ഇവിടെ മേൽക്കൈ നേടുന്നത്. ഭാര്യയെ അനുനയിപ്പിക്കാനുള്ള അയാളുടെ ഒരു അടവ് മാത്രമാണ് ശ്രീ ഭഗവതി എന്ന പ്രയോഗം. അതിനു പിന്നിലെ ഗൂഢോദ്ദേശ്യം അവൾ ഗ്രഹിക്കാതിരിക്കുകയില്ലെന്ന് അയാൾക്കറിയാം. താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രശംസ കൊണ്ട് സ്ത്രീയെ കീഴ്പ്പെടുത്താമെന്ന് വിശ്വസിക്കുകയാണ് ഈ കഥയിലെ ഭർത്താവ്. ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ചോദ്യങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.